വേണ്ടാത്തവർക്ക് വേണ്ടാന്ന്, വേണമെന്നുള്ളവർക്ക് അള്ളാഹു കൊടുക്കും. ഇതാണ് അള്ളാഹിൻ്റെ തീരുമാനം. നിങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചോ, ഞാൻ തരുന്നില്ല, പോയിക്കോ. വേണമെന്ന് തോന്നുന്നുണ്ടോ, കണ്ണ് ഞാൻ തുറന്നു തരാം. സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അബൂ സുഫിയാൻ എന്നവരും മസ്റഅ നോക്കി, കൃഷിയിടം നോക്കി ത്വായിഫിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ അറഫയുടെ ഒരു ഭാഗം ഹറമിൻ്റെ ബൗണ്ടറിയാണ്. ഹറമിലേക്ക് കടക്കുന്ന സ്ഥലമുണ്ടവിടെ. ഞങ്ങൾ അറഫയിലെത്തിയപ്പോൾ ഒരു ചെന്നായ ഒരു കാട്ടുമുയലിനെ വേട്ടയാടുന്നത് ഞങ്ങൾ കണ്ടു. ഒരു മുയലിൻ്റെ പിന്നാലെ ഒരു ചെന്നായ ഇങ്ങനെ ഓടുന്നുണ്ട്, ഒരു മുയലിൻ്റെ പിന്നാലെ. അള്ളാഹുവിൻ്റെ ഹബീബ് ഹറമിൻ്റെ ബൗണ്ടറി പ്രഖ്യാപിച്ച സമയമാണത്. മക്കത്തു ഹറമഹല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ് വൽ മദീനതു ഹറംതുഹാ. പ്രപഞ്ചം എന്നുണ്ടായോ അന്നു മുതൽ മക്കയെ അള്ളാഹു ഹറമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മക്ക ഈസ് എ പ്രൊട്ടക്റ്റഡ് സാങ്ച്വറി ഓഫ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ സുരക്ഷിത മേഖലയാണ്. അതിൻ്റെ ബൗണ്ടറി ഉണ്ട്. അറൗണ്ട് 60 സ്ക്വയർ കിലോമീറ്ററിന് അടുത്ത് വരുന്നൊരു പ്രദേശം. അത്രയും വലിയ ഏരിയ. പള്ളി നിൽക്കുന്ന സ്ഥലമല്ല. ഇപ്പോൾ ജിദ്ദൻ്റെ ഏകദേശമൊക്കെ പകുതിയോളം സഞ്ചരിച്ചാലേ ഹറമിൻ്റെ ബൗണ്ടറി തീരുള്ളൂ. അപ്പോൾ പുണ്യനബി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അറഫയുടെ സൈഡിലൂടെ ഹറമിൻ്റെ ബൗണ്ടറി പോകുന്നത്, അറഫ മുസ്ദലിഫൻ്റെ അരികത്തുകൂടെ. ഒരു ചെന്നായ ഒരു മുയലിനെ വേട്ടയാടുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ രണ്ടുപേർ. അങ്ങനെ ആ മുയല് ഹറമിൻ്റെ ബൗണ്ടറിയിലേക്ക് ഓടിക്കടന്നപ്പോൾ ആ ചെന്നായ അതിനെ പിടിക്കാതെ പിറകോട്ട് പോകുന്നതും ഞങ്ങൾ രണ്ടുപേരും കണ്ടു. അങ്ങനെ മുയലിനെ പിടിക്കാൻ വന്നതാ. മുയൽ എന്ത് ചെയ്തു? ഹറമിൻ്റെ ബൗണ്ടറിയിലേക്ക് കടന്നു. പിന്നെ ചെന്നായ പിന്നാലെ പോയില്ല. ഹറം കിടക്കുന്ന ഒരു സാധനത്തെ എനിക്ക് വേണ്ട, അത് പുണ്യമായ സ്ഥലമാണ്, അവിടെ വേട്ടയാടാൻ പാടില്ല എന്ന അള്ളാഹിൻ്റെ നിയമം ഈ ചെന്നായ ചെയ്യുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. ഫഖാല അബൂ സുഫിയാൻ ലി സഫ്വാൻ, സഫ്വാൻ ഇബ്നു ഉമയ്യയോട് അബൂ സുഫിയാൻ എന്നവർ പറഞ്ഞു, മാ റഅയ്തു കൽ യൗമി അജബാ, ഇതുപോലൊരു അത്ഭുതം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദിഇബുൻ ജായിഉൻ, വിശന്ന ഒരു ചെന്നായ, യുരീദു അർനബൻ, ഒരു മുയലിനെ അന്വേഷിച്ചിറങ്ങിയിട്ട്, ഫതദ്ഖുലു ഫിൽ ഹറമി, ആ മുയല് ഹറമിൻ്റെ ബൗണ്ടറിയിലേക്ക് കടക്കുന്നതോടുകൂടെ ഫയത്തുറുകുഹാ, വിശന്ന ഈ ജീവി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോവുകയോ. ഭയങ്കര അത്ഭുതം പറ. ഈ സംസാരം ഈ ചെന്നായ അറിയുന്നു, അതിൻ്റെ അടുത്താണ്. അള്ളാഹു ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കുകയാണ്. ചെന്നായ അവരോട് സംസാരിച്ചു. അത് സംസാരിച്ച സംഭവങ്ങൾ വേറെയുമുണ്ട്. ബികലാമിൻ ഫസീഹ്, ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ ചെന്നായുടെ വായിൽ നിന്ന് ഞങ്ങളൊരു മെസ്സേജ് കേട്ടു. എന്താ പറഞ്ഞത്? ബൽ അംറുകുമാ അഅജബു മിൻ അംരി, നിങ്ങളുടെ വിഷയത്തെ എൻ്റെ വിഷയത്തെക്കാളും അത്ഭുതമാണല്ലോ നിങ്ങളുടെ വിഷയം. ഞാൻ ഹറം കടന്ന ഒരു മുയൽ വേണ്ടെന്ന് വിചാരിച്ച് പോന്നു, അത് അത്ഭുതം തന്നെ. അതിലും വലിയ അത്ഭുതം നിങ്ങളുടെ കൺമുമ്പിലില്ലയോ? യഅതീകുമാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഹഖ്, പുന്നാര നബിതങ്ങൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരാൻ മക്കയിൽ വന്നപ്പോ, മിൻ ഇൻദില്ലാഹ് ഫതുഅരിദാനി വതുകദ്ദിബാൻ, മുഹമ്മദ് നബി സത്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അത് കേൾക്കാതെ മുഖം തിരിഞ്ഞ് നടക്കുകയല്ലേ ചെയ്യുന്നത്. എൻ്റെ വിഷയത്തെക്കാളും അത്ഭുതം, ഇത്ര ബുദ്ധിയുള്ള നിങ്ങൾക്ക് ഇത്ര സരളമായ ഇസ്ലാമിൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ എന്തേ പ്രയാസമായത്? ഇതങ്ങോട്ട് പറഞ്ഞപ്പോ 1 മണിക്കൂർ നേരം ഇവർ മിണ്ടിയില്ലെന്നാ. വർത്തമാനം പറ, എന്തായി കേൾക്കുന്നത്? ഒരു മൃഗം സംസാരിക്കേ? കേട്ടുകേൾവില്ലാത്ത സംഭവമല്ലേ അത്? അതും ഈ സംഭവം, ഈ കോണ്ടെക്സ്റ്റ് അബൂ സുഫിയാൻ തരിച്ചിങ്ങനെ നിൽക്കുമ്പോ സഫ്വാനോട് നോക്കിയിട്ട് പറഞ്ഞു, ലാ തുഹദ്ദിസ് ബിഹാദൽ അംർ, സഫ്വാനെ ഈ കഥ ഞാനും നിങ്ങളും ഒരാളോടും പറയരുത് എന്ന് തീരുമാനിച്ചു. പറയരുത്, പറഞ്ഞു പോരുത്. അത്ഭുതം, അബൂ സുഫിയാൻ എന്നവരിത് പറയണത് 20 കൊല്ലം കഴിഞ്ഞിട്ടാ. 22 കൊല്ലം കഴിഞ്ഞിട്ടേ കഥ പറയണത്. ഇതുവരെ ആർക്കും ഇത് അറിയില്ല. സഫ്വാൻ ഇബ്നു ഉമയ്യൻ്റെ കഥ ഭയങ്കര അത്ഭുതം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്
കഅബന്റെ മുമ്പിലെ സംസം കിണറ്റിൽ കാലും തൂക്കിയിട്ടിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിരുന്ന ആ വിവരം മദീനയിലെത്തിയപ്പോൾ പുണ്യ റസൂൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. സഫ്വാൻ ഇബ്നു ഉമയ്യ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴേ എന്താ ഇപ്പം ചെയ്യുക, മുഹമ്മദ് നബി കൊണ്ട് തട്ടിക്കളയണ്ടേ ഒരു ആലോചിച്ചതാണത്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, സഫ്വാൻ ഇബ്നു ഉമയ്യ പറയാണ് നമുക്ക് മുഹമ്മദ് നബിയെ കൊല്ലണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടുകാരൻ സഫ്വാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് മക്കളും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ്, അവരൊക്കെ വഴിയാധാരാവില്ലേ ഞാൻ മരിച്ചാൽ, അല്ലെങ്കിൽ ഞാനിപ്പം മദീനത്ത് പോയിട്ട് ആ റസൂലിനെ കൊന്നിട്ട് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ കൂട്ടുകാരൊന്ന് നന്നായിട്ട് മുപ്പിച്ചു കൊടുത്തു. സഫ്വാൻ, എൻ്റെ മക്കൾ എൻ്റെ മക്കളാണ്, ഞാൻ നോക്കിക്കോളാം, ചോദിക്കുമെന്ന്. അങ്ങനെ സഫ്വാൻ പെട്ടു. അങ്ങനെ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വാളെടുത്ത് പോയി റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തിയപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ കുറച്ച് ബന്ദികളൊക്കെ മോചിപ്പിക്കാനുണ്ട്. അപ്പോൾ തങ്ങൾ ചോദിച്ചു, സഫ്വാൻ എന്തേ വന്നു ചോദിച്ചു. ധാരാ ബിലാൽ എന്നവരുടെ മുതലാളിൻ്റെ മോനാ. ബിലാൽ തങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച ഉമയ്യത്ത് ഇബ്നു ഖലഫ്, ആ മനുഷ്യൻ്റെ മോനായത്. വാപ്പാൻ്റെ ആ ഒരു ദേഷ്യത്തിലാണ് വന്നത്. സഫ്വാൻ എന്തിനു വന്നു എന്ന് ചോദിച്ചു. മദീനത്തെ പള്ളിയിലേക്ക് അടുത്ത് വന്നപ്പോഴാണ്. ഒന്നുമില്ല നബിയെ, എന്നാലും പറയ് സഫ്വാൻ എന്തിനാ വന്നത്? അത് പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ ബദറിൽ പിടിക്കപ്പെട്ടില്ല, അവരൊക്കെ ഒന്ന് കെട്ടയച്ച് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്നതാ. ആണോ? ആ അതെ അതെ, അത്രയേ ഉള്ളൂ. സഫ്വാൻ, നിന്റെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒരു വാളില്ലേ എന്ന് ചോദിച്ചു. ഉണ്ടല്ലോ. ആ വാള് നീ വിഷം പുരട്ടി വെച്ചിട്ടല്ലേ വന്നത്? ആ അതെ അതെ. നീയും നിൻ്റെ കൂട്ടുകാരനും റബീഅയും സംസം കിണറിൻ്റെ അവിടെ കാല് തൂക്കിയിട്ടിട്ടൊരു വർത്താനം പറഞ്ഞ് എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. പടച്ചോനെ, എനിക്ക് കുട്ടികളും മക്കളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പോയി റസൂലുള്ളാഹിനെ കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ കൂട്ടുകാരൻ നിന്നെ പിരികയറ്റി വിട്ടതല്ലേ എന്ന് ചോദിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനും എൻ്റെ കൂട്ടുകാരനും അല്ലാതെ ഒരാളും അറിയാതിരുന്ന ഈ സംഭവം മദീനയിൽ കിടക്കുന്ന റസൂലെ നിങ്ങൾക്കെങ്ങനെ അറിയാൻ കഴിഞ്ഞു? വഹയുസ്സമാ. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. ഈ പറഞ്ഞ ആൾ, ഈ ചെന്നായിയുടെയും മുയലിൻ്റെയും കഥ കണ്ട ആൾ. രണ്ടുപേർക്കും അള്ളാഹു ഹിദായത്ത് കൊടുത്തു. സ്വഹാബിമാരാണ്. മാഷാ അല്ലാഹ്. അബൂ സുഫിയാൻ പറഞ്ഞു, സഫ്വാൻ ലാ തുഹദ്ദിസ് ബിഹാദൽ അംർ ഫഇൻ ഹദ്ദസ്ത ബിഹി ലം യബ്ഖ ബൈന ജബലൈഹാ അഹദുൻ. സഫ്വാനെ, ഞാനോ നീയോ ഈ ചെന്നായ നമ്മളോട് സംസാരിച്ചതും ഈ മൊയലിൻ്റെ കഥയും നമ്മുടെ നാട്ടുകാർ മക്കക്കാരോട് പറഞ്ഞാൽ പുണ്യനിബിതങ്ങൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എന്താ കേൾക്കാതെ നടക്കുന്നത് എന്ന് നമ്മളോട് ഈ മൃഗം സംസാരിച്ച കഥയെങ്ങാനും പറഞ്ഞാൽ ഈ മലകൾക്കിടയിൽ ഒരു മനുഷ്യൻ പോലും ഇസ്ലാം സ്വീകരിക്കാതിരിക്കൂല, എല്ലാവരും അങ്ങ് ഓടിക്കളയും. അതുകൊണ്ട് മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്, ഞാനും നീയും ഇത് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. ആ പിടിച്ചു വെക്കല് 22 കൊല്ലം പിടിച്ചു വെച്ചു. സത്യം ബോധ്യപ്പെട്ടിട്ട് ഒരു ബുദ്ധിമാനിയുടെ മനസ്സിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കടക്കാതെ പോയ ധാർഷ്ട്യത്തിൻ്റെ ഒരു ഉദാഹരണം. പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നടത്തിയ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് നടത്തിയ ലോകങ്ങളുടെ അധിപനായൊരു പടച്ചതമ്പുരാൻ്റെ വെളിച്ചം നിഷേധിക്കപ്പെടുന്നത് ആർക്ക് എന്ന് ഖുർആൻ വിളിച്ചു പറയുന്ന സൂറത്തുൽ അഅറാഫിലെ 146-ാമത്തെ ആയത്ത് അല്ലാഹുവിൻ്റെ വചനം, സഅസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്. സഅസ്രിഫു അൻ ആയാതി, കണ്ണുകൾക്ക് ബോധിക്കുവാൻ കഴിയുന്ന, ചിന്തകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലൂടെ തെളിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തെളിവുകളൊന്നും എനിക്ക് ബോധ്യമായില്ല എന്ന വിധം ആ ദൃഷ്ടാന്തങ്ങളെ മുഖം തിരിഞ്ഞു നടക്കുന്നത് ആരെന്ന് ഖുർആൻ പറയുന്നു. അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഒരു ന്യായവുമില്ലാതെ ഭൂമിയിൽ അഹങ്കരിക്കുന്ന മനുഷ്യർ മാത്രമാണ് ദൈവത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഒരു അഹങ്കാരമാണ്. കിബർ എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ആരും നിയന്ത്രിക്കരുത്, ആം അബവ് ദ ലോ, ഞാൻ നിയമത്തിന് അതീതനാണ് എന്ന മനുഷ്യൻ്റെ ചിന്തക്കാണ് കിബർ എന്ന് പറയുന്നത്.
ഇബ്ലീസിനോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, മാ മനഅക് അൻ തസ്ജുദ്, ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ എന്തേ ഇബ്ലീസേ നിനക്ക് സാധിക്കാതെ പോയത്? അസ്തക്ബർത്, നീ അഹങ്കരിക്കുകയാണോ ചെയ്തത്? അം കുൻത മിനൽ ആലീൻ, അല്ല നീ വലിയ ആളാണെന്ന് നിനക്ക് തോന്നിയോ? ഇസ്തിക്ബാറും ഉലുവും രണ്ടും രണ്ടാണെന്നാണ്. കിബർ എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ, ആ നിർദ്ദേശത്തെ അനുസരിക്കാതിരിക്കുക. അം കുൻത മിനൽ ആലീൻ, അതല്ല നീ വലിയ ആളാണോ എന്ന് പറഞ്ഞാൽ ആ നിർദ്ദേശം തന്ന ആളെ അവമതിക്കുന്ന ആളാണോ? ഇതാണ് ഉലുവ് എന്ന് പറഞ്ഞാൽ. കിബർ എന്ന് പറഞ്ഞാൽ നിർദ്ദേശത്തെ മാനിക്കാതിരിക്കുക. ആലീൻ എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശം നീ വലിയ ആളായോ എന്ന് ചോദിച്ചാൽ നിർദ്ദേശം തന്ന ആളെ നീ ധിക്കരിക്കുകയാണോ? ഒന്ന് നിർദ്ദേശത്തെ നിഷേധിക്കാം, നിർദ്ദേശിച്ചവനെയും നിഷേധിക്കാം. അതുകൊണ്ട് നീ ചെയ്തത് എന്താണ് എന്ന് അള്ളാഹു ചോദിച്ചു. അള്ളാഹുവിൻ്റെ നിയമം സുജൂദ് ചെയ്യുക എന്ന നിയമം നീ അംഗീകരിക്കാതെ പോയത് അള്ളാഹുവിൻ്റെ നിയമത്തെ നീ ധിക്കരിച്ചതാണോ? അതല്ല, പടച്ചോനെക്കാളും വലുത് ഞാനാണ് എന്ന് നിനക്ക് തോന്നിയതാണോ? അള്ളാഹുവിൻ്റെ ചോദ്യം. ഇസ്തിക്ബാറും ഉലുവും രണ്ടും രണ്ടാണ്. ഇരിക്കട്ടെ, അള്ളാഹു പറയണേ, ഭൂമിയിൽ അഹങ്കരിക്കുന്ന മനുഷ്യർ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവർ, ഞാൻ നിയമത്തിനതീതനാണ് എന്ന് ചിന്തിക്കുന്നവർ, അത്തരം ആളുകളെ എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ മുഖം തിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്കിടയിലൂടെ ശാസ്ത്രീയമായും സാങ്കേതികമായും മനുഷ്യൻ കൈവരിച്ച പല നേട്ടങ്ങളെയും ശരിവെക്കുന്നതോ അന്വർത്ഥമാക്കുന്നതോ ആയ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ പോലും പറയുന്നത് ശരിയല്ലെന്നും അത് സത്യമല്ലെന്നും അതിലെന്തിരിക്കുന്നു എന്നും കൊഞ്ഞനം കാണിച്ച് ചോദിക്കുന്നവരെല്ലാം താൻ നിയമത്തിനും എല്ലാറ്റിനും മീതയാണ്, എന്നെ നിയന്ത്രിക്കാൻ ഇവിടെ ആരും വരണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. അത്തരം ആളുകൾക്ക് ദൃഷ്ടാന്തമല്ല, അവർക്കത് കാണാൻ കഴിയില്ല. അവർക്ക് എല്ലാം നോർമലാണ്. ഇതിലും ഒരു കൗതുകവും പ്രപഞ്ചത്തിൽ അവർക്ക് കാണാൻ കഴിയില്ല. എല്ലാം ഔട്ട് ഓഫ് ഓർഡർ, എവ്രിതിങ് റാൻഡം. ഇതിലൊന്നും ഒരു കൃത്യതയുമില്ലാത്ത എന്തൊക്കെയോ നടക്കുന്നു എന്നേ അവർക്ക് കാണാൻ കഴിയൂ. ഖുർആൻ പറയുന്നു, നന്മയുടെ വഴി, നീതിയുടെ വഴി, സത്യത്തിൻ്റെ വഴി, മദ്യപാനവും ലഹരിയും പാടില്ല എന്ന് പറയുന്ന വഴി, വ്യഭിചാരവും ആണ് പെണ്ണിൻ്റെ കോലം കെട്ടുന്നതും പെണ്ണ് ആണിൻ്റെ കോലം കെട്ടുന്നതും പാടില്ലെന്ന് പറയുമ്പോൾ, പലിശ ഇടപാടുകളെ വിശുദ്ധ ഇസ്ലാം നിശിതമായി സമീപിക്കുമ്പോൾ, ലഹരി ഉപയോഗം പാടില്ലെന്ന് പറയുമ്പോൾ, കൊലപാതകം ഒരു മനുഷ്യൻ്റെ ജീവൻ സർവ്വ മനുഷ്യരുടെ ജീവനോളവും ഒരുപോലെ വിലയുള്ളതാണ് എന്ന് പറയുമ്പോൾ, യുദ്ധങ്ങളും സംഘട്ടനങ്ങളും പാടില്ലെന്ന് പറയുമ്പോൾ, അത്യാഗ്രഹത്തിന് വേണ്ടി സമ്പത്തിൻ്റെ പിന്നാലെയുള്ള മനുഷ്യൻ്റെ ഇച്ഛകൾക്ക് പിന്നാലെ ഓടരുത് എന്ന് പറയുമ്പോൾ, സത്യം പറയണമെന്ന് പറയുമ്പോൾ, ഈ നന്മകളൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ തന്നെ ഞങ്ങൾക്ക് ലഹരി വേണമെന്ന് പറയുന്നവർക്ക് കൂടെ സിന്ദാബാദ് വിളിക്കുന്നവര്, ഇവിടെ ട്രാൻസ്ജെൻഡറുകൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ അത്തരം സംസ്കാരത്തെ പൊതുജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ അസ്തിത്വമാണ്, ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നിട്ടുള്ള ഒരു പരീക്ഷണത്തെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകളെ കാണുമ്പോൾ ഞങ്ങൾ അവരോടൊപ്പമാണ്. ഖുർആൻ പറയും, നോക്കണേ, സംസ്കാരത്തിനും മനുഷ്യന്റെ മൂല്യബോധത്തിനും എതിരായ വല്ലതും കണ്ടാൽ യത്തഖിദൂഹു സബീല, ഞങ്ങൾ അതിൻ്റെ ആളുകളാണ്. ഇപ്പുറത്ത് നന്മയുടെ കാര്യം പറഞ്ഞാലേ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇതൊക്കെ പറയുന്നത് ആരാന്നറിയോ? ഞാൻ എല്ലാറ്റിനും പോന്നവനാണെന്ന ധിക്കാരമുള്ള മനുഷ്യനാണ്. അവർക്കങ്ങനെ പറയാൻ കഴിയൂ. ഞാനൊരു വിചാരണക്ക് നേരിടാൻ പോകുന്നവനാണ്, എൻ്റെ മുമ്പിൽ മരണമുണ്ട്. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ഖബറിലേക്ക്, മണ്ണിലേക്ക് പോയി കടക്കണം. അത് കഴിഞ്ഞാൽ ഒരു ആഖിറമുണ്ട്, വിചാരണയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. സത്യം സത്യമാണ്, ധർമ്മം ധർമ്മമാണ്, നന്മ നന്മയാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പരിശുദ്ധമായ ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞ ആ രാത്രിയുടെ തൊട്ട് പിറകിലാണ് നമ്മളുള്ളത്. റജബ് 27 കഴിഞ്ഞ് 2 രാത്രിയേ ആയിട്ടുള്ളൂ. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ആ യാത്രയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما جعلنا الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن ونخوفهم فما يزيدهم إلا طغيانا كبيرا. പുണ്യ റസൂലേ, ആകാശ ലോകങ്ങളുടെ അതിരുകളെ മറികടന്നുകൊണ്ട് റസൂലേ, അങ്ങയെ നാം ചന്ദ്രഗോളങ്ങളല്ല, സൂര്യൻ ഉൾക്കൊള്ളുന്ന സൗരയൂഥമല്ല, നക്ഷത്രങ്ങളുടെ മണ്ഡലങ്ങളെ മുഴുവനും കീറി മുറിച്ചുകൊണ്ട് ഹബീബാ നബിയെ 7 ആകാശങ്ങളെയും അതിനപ്പുറത്തും കൊണ്ടുപോയി സിദ്റത്തുൽ മുൻതഹായും സ്വരീഫുൽ അഖ്ലാം എന്ന് പറയുന്ന മാലാഖമാരുടെ പേനെഴുത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഇടം വരെയും, അതിനപ്പുറത്ത് ബഹ്റുൻ നൂർ, പ്രകാശത്തിന്റെ സമുദ്രം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. മിഅ്റാജിന്റെ രാവിൽ ഹബീബ് കണ്ടത്. حتى لبحر النور جبريل وقف في شتوه غربا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. എൻ്റെ റസൂലേ, അല്ലാഹു വിളിച്ചു പറയുകയാണത്. ആയാതിനാ ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ. സ്റ്റെപ്പ് അറ്റ് വാട്ടർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ഏലിയനുമായി സംസാരിച്ചത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഏലിയനെ ആകാശ ലോകത്ത് വെച്ച്, ഭൗമമണ്ഡലത്തിന്റെ പുറത്ത് വെച്ച് തൻ്റെ സ്പേസ് ഷട്ടിലിൽ ഒരു ഏലിയൻ വന്നിരുന്നു. ആ ഏലിയനോട് ഈ സയന്റിസ്റ്റ് സംസാരിച്ചത് ഞാനൊരു പ്രശ്നത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്ഭുതം വിട്ടുമാറാത്തൊരനുഭവമാണത്. അദ്ദേഹം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സ്റ്റെപ്പ് അറ്റ് വാട്ടർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. സയന്റിസ്റ്റ്. എൻ്റെ മുമ്പിൽ, എൻ്റെ സീറ്റിൻ്റെ മുന്നിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിരിക്കുന്നു. എനിക്ക് മനസ്സിലായി ഇത് മനുഷ്യനല്ല, ജിന്നുകളായിരിക്കും, വേറെ എന്തെങ്കിലും ജീവികളായിരിക്കും. അതിനുള്ള ഏലിയൻസ് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയാ, ആ ആളും ഞാനും തമ്മിൽ സംസാരിച്ചു. എനിക്ക് തോന്നി അവിടെ സംസാരിക്കണമെന്ന്. ഞാൻ സംസാരിച്ചു, എൻ്റെ ഭാഷ അയാൾക്ക് മനസ്സിലായി. അയാൾ എന്നോട് മറുപടിയും തന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, യു ഡോണ്ട് ബിലോങ് ഹിയർ, നിങ്ങൾ ഇവിടെ വരേണ്ട ആളല്ലല്ലോ എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് അറ്റ് വാട്ടർ. അദ്ദേഹം പറയാണ്, ശരിയാണ്, എനിക്കറിയാം, ഇത് നിങ്ങളുടെ ലോകമാണ്, ഞാനിവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് പേരൊന്നും ചോദിച്ചില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ അറിവ്, എൻ്റെ ബുദ്ധി അത് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് എന്നോട് ചില കാര്യം പറഞ്ഞുതരാൻ പറ്റുമോ? അത് ചോദിച്ചു. പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ എത്ര സമയമെടുക്കുന്നു? അപ്പോൾ ഈ ഏലിയൻ ജിന്നാണോ എന്താ നമുക്കറിയില്ല, സ്പേസിൽ കണ്ടുമുട്ടിയ ഒരു ജീവി അയാളോട് സംസാരിച്ചു. അയാളത് ലോകത്തൊരു പ്രമുഖ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ അനുഭവം ഇന്നലെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണ് ഇന്നലെ തിന്നതെന്ന് ഞാൻ മറന്നിട്ടുണ്ടാവും, പക്ഷേ 10-20 കൊല്ലം മുമ്പ് നടന്ന ഈ അനുഭവം ഞാൻ മറന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മനുഷ്യർ യാത്ര ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രോക്സിമ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന ഒരു നക്ഷത്രം, ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത്. അദ്ദേഹം ചെയ്തു, റുബിക്സ് ക്യൂബ് അറിയുമെന്ന് ചോദിച്ചു. ആ അറിയും, കുട്ടികളെ തിരിച്ചു കളിക്കുന്ന സാധനമല്ലോ റുബിക്സ് ക്യൂബ്. ഞങ്ങൾ ഏലിയൻ സഞ്ചരിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ ദൂരം സഞ്ചരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലെടുക്കും അങ്ങോട്ട് എത്തണമെങ്കിൽ. ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ ഞങ്ങൾക്ക് പാകപ്പെടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോകുന്ന പോലെയല്ല. ഇവിടെ എത്തണമെങ്കിൽ ഞങ്ങൾ അതിനെ ഒരു റുബിക്സ് ക്യൂബിനെ മറിക്കുന്ന പോലെ ഞങ്ങൾക്കതിനെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധം
ചില സംവിധാനങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായില്ല എന്താണ് അയാൾ പറയണത്. പക്ഷെ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നതിലും സ്പീഡിൽ ഈ ഏലിയൻസിന് സഞ്ചരിക്കാൻ കഴിയും എന്ന് അയാൾ എനിക്ക് മനസ്സിലാക്കി തന്നു. ഏലിയൻസ് പറഞ്ഞതൊന്നുമല്ല നമ്മുടെ വിഷയം. പുണ്യനിബിധങ്ങൾക്ക് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഈ ദൂരം കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞ ഇസ്റാ മിഅ്റാജ് ഹബീബായ നിബിധങ്ങൾക്ക് അല്ലാഹു നടപ്പിലാക്കി കൊടുത്തു. ഇതൊരു അത്ഭുതമാണ്. ഈ അത്ഭുതത്തെ കവച്ചു വെക്കാവുന്ന ഒരു സയൻസും ഒരു കണ്ടുപിടുത്തവും ലോകത്ത് നടക്കാൻ കഴിയില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ലോകത്തോട് കളവ് പറഞ്ഞിട്ടില്ലാത്ത, മനുഷ്യരോട് കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരു സത്യസന്ധരായ പ്രവാചകൻ എന്തിനിത് നുണയായി പറയണം? ആമന്ന വസദ്ദഖന. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഇതും ഒരു പരീക്ഷണമായിരുന്നു. വമാ ജഅൽന അർറുയല്ലതി അറൈനാക. മിഅ്റാജിന്റെ രാവിൽ നബിയേ അങ്ങേക്ക് കാണാൻ സാധ്യമാക്കി തന്ന അത്ഭുതങ്ങളെല്ലാം ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, ജനങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കാനുള്ള പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് നബിയേ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. പുണ്യ റസൂലിനെ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് മക്കയിലാണ്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് അന്നത്തെ ഫലസ്തീനിലെ ഈലിയ എന്ന് പറയുന്ന പ്രദേശത്ത്, ഇന്ന് ജെറൂസലേം എന്നറിയപ്പെടുന്ന ആ നഗരത്തിൻ്റെ മധ്യത്തിൽ ആ കുന്നിൻ പുറത്ത് കാണുന്ന പരിശുദ്ധമായ ഭവനം, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഒരുപോലെ ആദരിക്കുന്ന അൽ മസ്ജിദുൽ അഖ്സയും ഖുബ്ബത്തുസ് സഖറയും വെയിലിംഗ് വാളും ഒക്കെ കിടക്കുന്ന പ്രദേശം. 40 ദിവസമെടുക്കുന്ന യാത്ര രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് നബിയെ അങ്ങയെ നാം രാത്രി സഞ്ചരിപ്പിച്ചു. ഞാൻ കൊണ്ടുപോയി അങ്ങയെ. അങ്ങൊറ്റക്ക് പോയതല്ലല്ലോ, ഞാൻ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് എൻ്റെ കഴിവറിയുന്നവർക്ക് ആ സംഭവം നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അങ്ങൊറ്റക്ക് പോയതല്ലല്ലോ. അസ്റാ ബിഅബ്ദിഹി, അല്ലാഹു അബ്ദിനെ കൊണ്ടുപോയതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ് അല്ലാഹു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കഴിവുകൾക്ക് പരിമിതിയില്ല. അതാദ്യം മനസ്സിലാക്കണം. മനുഷ്യന് പരിമിതിയുണ്ട്, മനുഷ്യന്റെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട്, മനുഷ്യന്റെ ഹിയറിങ്ങിന് ചില ഫ്രീക്വൻസികളെ കേൾക്കാൻ കഴിയൂ. അതിൻ്റെ താഴെയാണെങ്കിലും മീതയാണെങ്കിലും ചില മെഗാഹെർട്സുകൾ കേൾക്കാൻ കഴിയില്ല നമുക്ക്. എന്നതുപോലെ മനുഷ്യന്റെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇല്ലാത്തതാണ് എന്ന് പറയരുത്. നിങ്ങളുടെ ദൃഷ്ടിക്ക് പുറത്തുള്ളത് ഇല്ല എന്ന് നിഷേധിക്കരുത്. അത് സത്യസന്ധമായ വിശ്വാസയോഗ്യമായ ഒരു സോഴ്സിൽ നിന്നാണ് ആ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അവിശ്വസിക്കണം? അത് വിശ്വസിച്ചുകൂടെ? അതുകൊണ്ട് റസൂലേ, അങ്ങയെ നാം കൊണ്ടുപോയ ഈ യാത്ര അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇതാണോ ഇസ്ലാം എന്ന് പറഞ്ഞു പോയവരുണ്ടായിരുന്നു നബിയെ. ഇസ്റാഉം മിഅ്റാജും ഉൾക്കൊള്ളാൻ കഴിയാതെ പുറത്തുപോയ 12ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെ തിരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾക്കത് ബുദ്ധി കൊണ്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഖുർആൻ പറഞ്ഞു വശജറത്തുൽ മൽഊനത ഫിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ശപിച്ച ഒരു വൃക്ഷമുണ്ട്. സൂറത്തു ദുഖാനിൽ ഇന്ന ശജറത്തസ് സഖൂം, സഖൂം എന്ന വൃക്ഷം, ആ വൃക്ഷം തീർച്ചയായും ത്വആമുൽ അസീം, നരകവാസികളായ കുറ്റവാളികൾക്ക് അല്ലാഹു നൽകുന്ന ഭക്ഷണമാണത്രേ സഖൂം എന്ന് പറയുന്ന വൃക്ഷം. കൽമുഹ്ലി യഗ്ലീ ഫിൽ ബുതൂൻ. ആ വൃക്ഷത്തിന്റെ കായ്ക്കനികൾ കഴിക്കുന്നതോടുകൂടെ വയറിന്റെ ഉള്ളകം കത്തിയെരിയുന്നതാണ്, കത്തി അമരുന്നതാണ്. കഗല്യിൽ ഹമീം, തിളച്ചുമറിയുന്ന വെള്ളം പോലെ അതികഠിനമായ ചൂടുള്ളതാണ് ആ വൃക്ഷം. ഈ ആയത്തിറങ്ങിയപ്പോ ഹബീബായ നബി തങ്ങളോട് മക്കക്കാര് പറഞ്ഞു തബ്ബൽ ലക്, നാശം നിങ്ങൾക്ക്. തസ്ഉമു അന്നന്നാറ തഹ്റഖ്, അന്നന്നാറ തഹ്രിഖ്.
മുഹമ്മദ് നബിയെ നിങ്ങൾ പറയുന്നുവല്ലോ നരകം ചൂടുള്ളതാണ്, കരിച്ചു കളയുന്നതാണെന്ന്. കുല്ലമാ നളിദത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകശിക്ഷ ചൂടുള്ളതാണ് എന്ന് പറയുകയും വതസുഉമു അന്നഹു യംബുതു ഫീഹ അശ്ശജർ, ആ നരകത്തിൽ വൃക്ഷമുണ്ടാകുമെന്ന് പറയുകയും ചെയ്യുകയാണോ? തീയിൽ എങ്ങനെയാണ് വൃക്ഷമുണ്ടാകുന്നത്? ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നരകത്തിൽ സഖൂം വൃക്ഷമുണ്ട് എന്ന് പറഞ്ഞ ആശയത്തെ നിഷേധിച്ച് ഇസ്ലാമെന്ന് പുറത്തുപോയവരുണ്ടായിരുന്നു മക്കയിൽ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നബിയേ, ഇസ്റാഉം മിഅ്റാജും പരീക്ഷണമായതുപോലെ തീയിൽ എങ്ങനെയാണ് വൃക്ഷമുണ്ടാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബുദ്ധിക്ക് മനസ്സിലാവാത്തത് സത്യത്തിന് അന്യമാണ് എന്ന് ധരിച്ചുപോയ ആളുകൾക്ക് ശജറത്തു സഖൂം, സഖൂം എന്ന വൃക്ഷത്തെക്കുറിച്ചുള്ള വിവരണം ഒരു പരീക്ഷണമാണ് നബിയേ, അതൊരു പരീക്ഷണമാണ്. എങ്ങനെയാണോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകളെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ ആ സ്ഥലം കിടക്കുന്നത് ഇന്ന് തുർക്കിയുടെ ഭാഗമാണ്. ഷാംലി ഉർഫ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ആ സ്ഥലം, വേറെയും പോയ ആൾക്കാരുണ്ടായിരിക്കും. ഷാംലി ഉർഫ. അദാനയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയാൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇസ്തംബൂളിൽ നിന്ന് 2 മണിക്കൂർ 1.5 മണിക്കൂർ ഫ്ലൈറ്റ്, പിന്നെ ബൈ റോഡ് പോകാം. അദാനയിൽ ഇറങ്ങിയിട്ട് തർസൂസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഷാംലി ഉർഫയിലേക്കും അവിടേക്കും ഫ്ലൈറ്റ് ഉണ്ട് ഇസ്തംബൂളിൽ നിന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞ സ്ഥലവും ഖാറൂനിൻ്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ ഉണ്ട്. ഇറാഖിൻ്റെ ചില ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് ചരിത്രം. ഇരിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഒരു രോമത്തിന് പോലും ഒരു കുറവ് പോലും സംഭവിക്കാതെ, ഒരു കരിച്ചിലും ഇല്ലാതെ, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം, എൻ്റെ ഇബ്രാഹീമിന് വേണ്ടി തീയെ തണുപ്പായി മാറണമെന്ന് ഏതൊരു പടച്ചവനാണോ തീയിനോട് പറഞ്ഞത്, ആ പടച്ചവന്റെ ഖുദ്റത്തിൽ വിശ്വാസമുള്ള വിശ്വാസികൾക്ക് ഷജറത്തു സഖൂം തീയിൽ വളരാൻ കഴിയുമെന്നറിയാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വായുവിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. വസഖർനാ ലഹു റീഹ്, രാവിലെ യാത്ര ചെയ്ത് ഉച്ചക്ക് തിരിച്ചു വരുമ്പോഴേക്കും 4000 കിലോമീറ്ററുകൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു പേടകത്തിൻ്റെ സഹായമില്ലാതെ വായുവിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ, ഒരു മാസത്തെ ദൂരം എന്ന് പറയുന്നത് 2000 കിലോമീറ്ററാണ് ഏകദേശം. രാവിലത്തെ ഒരു യാത്ര തിരിച്ചു വരുന്നതും കൂടെ കൂട്ടിയാൽ 2 മാസത്തെ യാത്രയാണ് 4000 കിലോമീറ്ററുകൾ. ആര് യാത്ര ചെയ്തു? സുലൈമാൻ ഇബ്നു ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ അലൈഹിസ്സലാം. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ റസൂലിനെ മിഅ്റാജ് കൊണ്ടുപോയത് എന്തേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം? സുലൈമാൻ നബി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ചോദിച്ചത്, അയ്യുക്കും, ആർക്ക് സാധിക്കും, യഅ്തീനി ബിഅർശിഹാ, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം, ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, എൻ്റെ മുമ്പിലേക്ക് വിശ്വാസികളായി അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുമ്പ് ആർക്കാണോ ജിന്നുകളെ, മനുഷ്യരെ, തൻ്റെ അനുയായികളോട് സുലൈമാൻ നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ ജെറൂസലേമിൽ വെച്ച് ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കിടക്കുന്ന സിംഹാസനം എൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന് തരാൻ കഴിയുന്നത്? ഖാല ഇഫ്രീതും മിനൽ ജിൻ, എ ജയന്റ് ഗോസ്റ്റ്, ജിന്നുകളിൽ, ഭൂതങ്ങളിൽ അതികായനായ അതിശക്തനായ ഒരു ജിന്ന് പറഞ്ഞു, ഒരു ശൈത്വാൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, 2000 അതിലേറെയോ 2500 കിലോമീറ്റർ ദൂരമുള്ള സൗത്ത് ഈസ്റ്റിൽ കിടക്കുന്ന യമനിലെ സബയിൽ നിന്ന് ഇങ്ങ് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന ഫലസ്തീനിലേക്ക് ഒരു മണിക്കൂർ കൊണ്ട് കൊണ്ടുവന്നു തരാം. സുലൈമാൻ നബി എന്തു പറഞ്ഞു? പറ്റില്ല, വേഗം വേണം. وقال الذي عنده علم من الكتاب, പരിശുദ്ധമായ കിതാബിന്റെ വിവരമുണ്ടായിരുന്ന ആസഫ് ഇബ്നു ബർഖിയ,
മലകൂത്തുസ്സമാഇന്റെ അസ്റാറുകൾ പഠിച്ച മഹാൻ അള്ളാഹുവിന്റെ വലിയായ ഒരു മനുഷ്യൻ പറഞ്ഞു. എന്തു പറഞ്ഞു? അന ആതീക ബിഹി, ഞാനത് കൊണ്ടുവന്നു തരാം സുലൈമാൻ നബിയെ. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, നിങ്ങളൊന്ന് കണ്ണു ചിമ്മി തുറക്കൂ, ഞാൻ കൊണ്ടുവരാം. മൈക്രോ സെക്കൻഡ് എന്നേ പറയാം, ഒരു സെക്കൻഡിനേക്കാളും താഴെയാണ് നമ്മൾ കണ്ണു ചിമ്മി തുറക്കുന്ന സമയം എന്നാ. ഒന്ന് കണ്ണു ചിമ്മി തുറന്നു നോക്കൂ, ഒരു സെക്കൻഡ് എടുക്കൂല. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, കണ്ണു ചിമ്മി തുറക്കേണ്ടി വന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലിരിക്കുന്ന ഈ ആസഫ് ഇബ്നു ബർഖിയ ഒന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ സബയിൽ നിന്ന് ബിൽഖീസിന്റെ സിംഹാസനം ടെലിപ്പോർട്ടേഷൻ ചെയ്തു. സബയിൽ നിന്ന് ഫലസ്തീനിലെ ജെറൂസലേമിലേക്ക്. അത് കണ്ടപ്പോഴാണ് സുലൈമാൻ അലൈഹിസ്സലാം ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ കഴിവല്ല, എന്റെ അനുയായിയുടെ കഴിവുമല്ല, അല്ലാഹു നൽകുന്ന ഖുദ്റത്താണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ പടച്ചവന് നന്ദി ചെയ്യുന്നവനാണോ, പടച്ചവനെ നിഷേധിക്കുന്നവനാണോ, നന്ദി കേട് ചെയ്യുന്നവനാണോ എന്നെന്നെ പരീക്ഷിക്കാൻ അല്ലാഹു എനിക്ക് സാധിപ്പിച്ചു തന്ന അള്ളാന്റെ കഴിവാണിത്. ഇത് ബോധിച്ച ഒരു മനുഷ്യന് ഇസ്റാഉം മിഅ്റാജും ഉൾക്കൊള്ളുക പ്രയാസമുള്ളതല്ല. എന്തുകൊണ്ട്? സത്യസന്ധരായ സ്വാദിഖും മസ്തൂഖുമായ നിബിധങ്ങളാണ് ഈ പറഞ്ഞത്. അല്ലാത്തവർക്ക് ഇസ്റാഉം മിഅ്റാജും പരീക്ഷണമാണ്. ഷജറത്തു സഖൂം, സഖൂം എന്ന വിഷയം, ആ വൃക്ഷത്തിന്റെ വിഷയവും പരീക്ഷണമാണ്. അവന്റെ തലച്ചോറ് പടച്ചവനെ ബോധ്യപ്പെടാൻ ഉപയോഗിക്കണം. പടച്ചവനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹുക്കുമുകൾ അന്ധമായി അംഗീകരിക്കുന്നവനാണ് മുഅ്മിൻ. നിങ്ങൾ ഇത് ഉൾക്കൊള്ളാത്ത ആളുകൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഒരു മുഅ്മിൻ അങ്ങനെയാണ്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം. ഖുർആൻ സത്യമാണോ, റസൂലുള്ളാഹി തങ്ങൾ സത്യമാണോ, ഇസ്ലാം ന്യായമാണോ, സത്യമാണോ എന്ന് ബോധിക്കാൻ ബുദ്ധി ഉപയോഗിച്ചോ. പക്ഷെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അന്ധമായ അനുസരണമാണ്. അതാണ് ഇസ്ലാം. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കാം. ഇത് സത്യം പഠിച്ചോ, റിസർച്ച് ചെയ്തോ. എന്തുകൊണ്ട് ഇസ്ലാം? വൈ ഇസ്ലാം? വൈ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? വൈ ഖുർആൻ ഇസ് എ ഡിവൈൻ ഗോഡ്, ഡിവൈൻ വേർഡ്? എന്താണ്, എന്തുകൊണ്ട് ഖുർആൻ ഹാസ് ഡിവൈൻ ഒറിജിൻ? എന്തുകൊണ്ട്? ആലോചിച്ചോ, പഠിച്ചോ, റിസർച്ച് ചെയ്തോ. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സമഅൻ വതാഅ, സമിഅനാ വഅതഅനാ, ഓ അല്ലാഹ്, വി ഹേർഡ് ആൻഡ് വി സബ്മിറ്റഡ് ourselves to you. ഖലാസ്, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ, ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. പിന്നെ അവിടെ ബുദ്ധിയെ, ഖാരിജായ ബുദ്ധി, അൽ അഖ്ലു മിനൽ ഖാരിജാണ് വഹി, ആ വഹീന് വേണ്ടി സമർപ്പിക്കണമെന്നാണ്. അതാണ് ദീൻ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന് പോയ ജെറൂസലേമിൽ ഒരു സംഭവം നടന്നു. ജെറൂസലേം എന്ന് ഭരിക്കുന്നത് ഹിറക്കിൽ രാജാവാണ്. ഹിറാക്ലിയസ് രാജാവാണ്. അദ്ദേഹം തൻ്റെ പാർലമെന്റ് മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട്, ഹിറക്കിൽ രാജാവ് പുണ്യ നബിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, മക്കയിലൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന്. ആ പ്രവാചകനെ കുറിച്ച് അന്വേഷിക്കാനേ ജെറൂസലേമിൽ അന്ന് വന്ന മുഴുവൻ അറബികളെയും വിളിച്ചു. ഹിജാസിൽ നിന്ന് വന്ന അറബികൾ, മക്കക്കാരോ മദീനക്കാരോ യമനികളോ ആരൊക്കെ ഉണ്ട്, എല്ലാവരും വിളിച്ചു. ഇപ്പോൾ കച്ചവട സംഘത്തിൻ്റെ നേതാവാണ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അന്ന്. അബൂ സുഫിയാൻ എന്നവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അബൂ സുഫിയാൻ, നിങ്ങളാണോ ഇവരുടെ നേതാവ്? അതെ അതെ അതെ, എൻ്റെ മുമ്പിൽ എന്നെ ഫേസ് ചെയ്തിരിക്കുക. നിങ്ങളുടെ കൂടെ വന്നവരാരാ? ഇവരൊക്കെ. എല്ലാവരും നിങ്ങളുടെ നേതാവിൻ്റെ ബാക്കിൽ പോയി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിൽക്കണം. ഞാൻ ഇയാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ നേതാവ് നുണ പറഞ്ഞാൽ നിങ്ങൾ പറയണം നുണയാണ്, സത്യമാണെങ്കിൽ സത്യമാണ്, നുണയാണെങ്കിൽ തംസ് ഡൗൺ, നുണയാണ് എന്ന് പറയണമെന്ന് പറയും. അബൂ സുഫിയാൻ പറയാം, ഞാൻ കുടുങ്ങിപ്പോയി, നുണ പറയാൻ പറ്റൂലല്ലോ, മാനക്കേടല്ലേ, ഞാനത് കാണുന്നില്ലല്ലോ, ആരാ എന്നെപ്പറ്റി മോശം പറയണത് എന്ന്. അതുകൊണ്ട് സത്യം പറയാൻ ഞാൻ നിർബന്ധിതനായി. ചോദ്യം ആരംഭിച്ചു. അയ്യുക്കും അൽസഖൂ നസബൻ ബിഹാദർ റജുൽ, നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകനാണ് എന്ന വാദവുമായി വന്ന മുഹമ്മദ് നബിയുമായി ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ള ആളാരാണ്? അത് അബൂ സുഫിയാൻ തന്നെ. ഖുറൈശിയാണ്, ഹാഷിമിയാണ്, വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്. ഇന്നി സായിലുക അൻ ഹാദർ റജുൽ ഫലാ തക്ദിബ്. ഹിറാക്ലിയസ് രാജാവ് ചോദിക്കുക, അദ്ദേഹം അന്ന് യൂറോപ്പിന്റെ ഭരണാധികാരിയാണ്.
ഈസ്റ്റേൺ യൂറോപ്പിൻ്റെയും വെസ്റ്റേൺ യൂറോപ്പിൻ്റെയും മിഡിൽ യൂറോപ്പിൻ്റെയും ഒക്കെ ഭരണാധികാരി ഹിറാക്ലിയസ് ആണ്. അബൂ സുഫിയാനെ, ഞാൻ നിങ്ങളോട് ചില ചോദ്യം ചോദിക്കുന്നു, എന്നോട് നുണ പറയരുത്. ഭയങ്കര ബുദ്ധിയുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം, ഹൽ കുൻതും തുഅ്സിറൂന അലൈഹി കദിബൻ ഖബ്ല അൻ യഖൂല മാ ഖാൽ. പടച്ചവൻ ഏകനാണ്, പടച്ചവന് ശില്പങ്ങളോ രൂപങ്ങളോ ബിംബങ്ങളോ ഇല്ല എന്ന് നിങ്ങളോട് പറയുന്നതിൻ്റെ മുമ്പ് ഈ മനുഷ്യൻ നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടോ? 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകനാകുന്നത്. 40 വയസ്സ്, 40 years. Did he ever tell a lie? ഒന്നാമത്തെ ചോദ്യം, എന്തെങ്കിലും ഒരു നുണ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞിട്ട് ആരെയും പറയണത്? മുഖ്യ ശത്രു. നുണ പറഞ്ഞിട്ടില്ല, ശരിയാണ്. ഇതുവരെ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഹൽ കാന മിൻ ആബാഇഹി മിൻ മലികിൻ. ഈ പ്രവാചകന്റെ കുടുംബത്തിൽ രാജാക്കന്മാർ, മുൻഗാമികൾ കടന്നുപോയിട്ടുണ്ടോ? രാജാക്കന്മാരുണ്ടോ? ഇല്ല. ഫഹൽ ഖാതൽതുമു. ഈ പ്രവാചകനോട് നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടോ? പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിലാണ്. എങ്ങനെയാണ് യുദ്ധം? സിജാൽ. ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ചിലപ്പോൾ അവർ ജയിക്കും. ഓക്കെ. ഫഹൽ യഗ്ദിറു. ഈ പ്രവാചകൻ യുദ്ധത്തിലോ യുദ്ധത്തിന്റെ പുറത്തോ എപ്പോഴെങ്കിലും വഞ്ചിക്കാറുണ്ടോ? ഹിറക്കൽ രാജാവും മന്ത്രിമാരും മുഴുവൻ ഇരിക്കുന്ന പാർലമെന്റിലായി ചോദ്യം നടക്കുന്നത്. ജെറൂസലേമിൽ നടന്ന സംഭവം. ചതിക്കാറുണ്ടോ? നോ, നെവർ. ചതിക്കാത്ത മനുഷ്യനാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങളൊരു സന്ധി സംഭാഷണം എഴുതി വെച്ചിരിക്കുകയാണ്, ഇതിന് ഞങ്ങളെ വഞ്ചിക്കുമോന്ന് അറിയില്ല. കാരണം ഹുദൈബിയ സന്ധി രേഖപ്പെടുത്തിയ സമയമാണത്. 10 കൊല്ലത്തേക്ക് യുദ്ധം പാടില്ല. എന്നിട്ട് അബൂ സുഫിയാൻ തന്നെ അത് പൊളിക്കുകയും ചെയ്തു. 2 കൊല്ലം കൊണ്ട് സന്ധി പൊളിഞ്ഞു. അത് വേറെ വിഷയം. അദ്ദേഹം എനിക്ക് ഇതേ പറയാൻ കിട്ടിയുള്ളൂ, അപ്പം ഞാനങ്ങ് തട്ടിവിട്ടു. ഞങ്ങളിപ്പോൾ ഒരു സന്ധിയിലാണ്, അതും ഉപരി വഞ്ചിക്കുമോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ. ഈ പ്രവാചകന്റെ കൂടെ കൂടിയത് ജനങ്ങളിലെ പാവപ്പെട്ടവരും ദുർബലരുമാണോ ഈ പ്രവാചകന്റെ കൂടെയുള്ളത് കൂടുതൽ? അതല്ല പ്രമാണിമാരും കരുത്തുള്ളവരുമാണോ? പാവപ്പെട്ടവരാ കൂടുതലുള്ളത്. അയസീദൂന അം യംഖുസൂൻ. അനുയായികളുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ? കൂടാണ് രാജാവേ, കൂടാണ്. യസീദൂൻ. അടുത്ത ചോദ്യം, ഈ പ്രവാചകന്റെ മതത്തിൽ ആരെങ്കിലും ചേർന്നതിന് ശേഷം ഈ മതവിശ്വാസം എനിക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും തിരിച്ചു പോരുന്നുണ്ടോ? ഇല്ലല്ല. കൂടിയവരാരും പിന്നെ പിറകോട്ടടിക്കണില്ല എന്ന് പറഞ്ഞു. അയർജിഉ അഹദും മിൻഹും സഖ്തതൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി. ലാ. ഇത്രയും ചോദ്യം ചോദിച്ചിട്ട് ഹിറക്കൽ രാജാവ് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. അബൂ സുഫിയാൻ, ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചു, അബൂ സുഫിയാനെ, ഇയാൾ നുണ പറയാറുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഇല്ലെന്ന്. എങ്ങനെയാണ് ജനങ്ങളോട് നുണ പറയാത്ത ഒരാൾ പടച്ചവനോട് നുണ പറയുന്നത്? അതൊരു ബുദ്ധിയുള്ള വർത്താനാണ്. മനുഷ്യനോട് നുണ പറയാത്ത ഒരാൾ പടച്ചവൻ വെച്ച് നുണ പറയുമോ? നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? 2, ഞാൻ ചോദിച്ചു, അബൂ സുഫിയാനെ, ഈ പ്രവാചകന്റെ തറവാട് ഏതാണ്? നല്ല തറവാടാണ്. വഖദാലിക റുസുലു. പ്രവാചകന്മാർ അന്തസ്സുള്ള തറവാട്ടിൽ വരുന്നവരാണ്. ഞാൻ ചോദിച്ചല്ലോ, ആ പ്രവാചകന്റെ വംശപരമ്പരയിൽ രാജാക്കന്മാരുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഇല്ലെന്ന്. രാജാക്കന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ പിതാക്കന്മാരുടെ രാജഭരണം തിരിച്ചു പിടിക്കാൻ ഒരു അടവ് പ്രയോഗിക്കുന്നതാവാം ഈ പ്രവാചകത്വവാദം എന്ന് തെറ്റിദ്ധരിക്കാമായിരുന്നു. അങ്ങനെ പ്രവാചകന്റെ വംശപരമ്പരയിൽ രാജാക്കന്മാർ വന്നിട്ടില്ലല്ലോ, അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന് വേണ്ടിയല്ല ഈ പണിയെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അബൂ സുഫിയാനെ, ഞാൻ ചോദിച്ചുവല്ലോ നിങ്ങളോട്, യുദ്ധമുണ്ടോ? നിങ്ങൾ യുദ്ധമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ്. ഫകദാലിക അംറുൽ ഈമാനി ഹത്താ യതിം. വിശ്വാസം, ഈമാൻ, ഇസ്ലാം പൂർത്തിയാകുന്നത് വരെ, അത് ജനങ്ങൾക്ക് ശരിക്കും ബോധിക്കുന്നത് വരെ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അത് സ്വാഭാവികമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചുവല്ലോ, ജനങ്ങളിൽ പാവപ്പെട്ടവരാണോ മുതലാളിമാരാണോ കൂടുതലുള്ളത്?
നിങ്ങൾ പറഞ്ഞു പാവപ്പെട്ടവർ. വഹും അത്ബാഉർ റുസുൽ, പ്രവാചകന്മാരുടെ കൂടെ കൂടിയത് അധികവും പാവപ്പെട്ടവർ തന്നെയാണ്. അബൂ സുഫിയാനെ, ഞാൻ ചോദിച്ചല്ലോ, ഈ പ്രവാചകന്റെ കൂടെ കൂടിയ ആരെങ്കിലും ആ മതത്തോട് ദേഷ്യം തോന്നിയിട്ട് പുറത്തു വരാറുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഇല്ലെന്ന്. അതിന്റെ അർത്ഥം ഫകദാലിക അംറുൽ ഇസ്ലാം ഫകദാലികൽ ഈമാനു ഹത്താ യുഖാലിത ബശാശതൽ ഖുലൂബ്. ഹൃദയത്തിന്റെ വിശുദ്ധിയിലേക്ക് ഈമാനിന്റെ വെളിച്ചമിറങ്ങിയാൽ ഒരാളും അതിൽ നിന്ന് പിന്തിരിയുകയില്ല. ഇത് ദീനിന്റെ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. എന്തൊക്കെ ഭീഷണി പറഞ്ഞാലും ഈമാനുള്ളവൻ, ഞാൻ രാജ്യത്ത് നല്ലൊരു പൗരനായി എൻ്റെ സ്വത്വം, എൻ്റെ ആഖിറം ഇത് നഷ്ടപ്പെടാതെ ജീവിക്കാൻ കടപ്പെട്ടവനാണ്. എന്ത് സംഭവിച്ചാലും എൻ്റെ ഈമാൻ വലുത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. രാജ്യത്തിനെതിരായിട്ടല്ലത്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം തന്നെ ഏത് മനുഷ്യനുമുള്ള സ്വാതന്ത്ര്യമാണ്. വിശ്വാസം ഖൽബിലേക്ക് കടന്നാൽ അത് തിരിച്ചെടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ആരാ പറഞ്ഞെന്നറിയോ? ഹിറാക്ലിയസ് രാജാവ്. ഹിറക്കിൽ രാജാവ്, ഞാൻ ചോദിച്ചല്ലോ ജനങ്ങൾ കൂടുകയാണോ കുറയുകയാണോ? നിങ്ങൾ പറഞ്ഞു കൂടുന്നുവെന്ന്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ദീൻ വളരുക തന്നെ ചെയ്യും, ഇത് വളരുക തന്നെ ചെയ്യും. ഞാൻ ചോദിച്ചല്ലോ, ഈ പ്രവാചകൻ വഞ്ചിക്കാറുണ്ടോ? നിങ്ങൾ പറഞ്ഞു വഞ്ചിക്കാറില്ല. ഫകദാലികർ റുസുലു ലാ തഗ്ദിർ, പ്രവാചകന്മാർ ആരും ആരെയും വഞ്ചിക്കുന്നവരല്ല. നമ്മളും അങ്ങനെ തന്നെ ജീവിക്കാൻ കടപ്പെട്ടവരാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞെന്തെന്നറിയോ? ഞാനെങ്ങാനും ആ പ്രവാചകന്റെ മുമ്പിൽ എത്തിപ്പെടുകയാണെങ്കിൽ ലതജശംസു ലിഖാഅഹു വലഗസൽതു അൻ ഖദമൈഹി, പ്രവാചകന്റെ കാല് ഞാൻ പുണ്യജലം കൊണ്ട് കഴുകുമായിരുന്നു, ആ കാൽക്കൽ ഞാൻ അങ്ങ് വീഴുമായിരുന്നു. ഹിറക്കിൽ രാജാവ് പറയാ, വഇൻ കാന മാ ഖുൽത ഹഖ്ഖാ, അബൂ സുഫിയാനെ, ഞാൻ ഈ ചോദിച്ചതിന് നിങ്ങൾ തന്ന ഉത്തരം ശരിയാണെങ്കിൽ ഫലയംലികന്ന മൗളിഅ ഖദമയ്യ ഹാതൈൻ, ഞാൻ നിൽക്കുന്ന ജെറൂസലേമിന്റെ ഈ മണ്ണിലേക്ക് മക്കയുടെ ആ സന്ദേശം ജെറൂസലേമിൽ വരിക തന്നെ ചെയ്യും. ഇസ്ലാം അവിടെ എത്തി. അതല്ലേ അത്ഭുതം. അത് യൂറോപ്യർ ഭരിച്ചിരുന്ന നാടാ. അന്ന് ഹിറക്കിൽ പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ ഇസ്ലാം ഈ റോമിലേക്കെത്തും, തുർക്കിയിലേക്കെത്തും, കോൺസ്റ്റാന്റിനോപ്പിളിലേക്കെത്തും, ജെറൂസലേമിലേക്കെത്തും, ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ എത്തുകയും ചെയ്തു. അദ്ദേഹം അന്ന് പ്രവചിച്ചു പോയതാ. പ്രവാചകന്റെ കാല് ഞാൻ കഴുകുന്നു പറഞ്ഞു. അബൂ സുഫിയാൻ ഇതൊക്കെ കാണുകയാണ്. എന്നിട്ട് റോമക്കാരോട് അഭിമുഖമായി നിന്നുകൊണ്ട് രാജാവ് ചോദിച്ചു, യാ മഅ്ശറർ റൂം, അല്ലയോ യൂറോപ്യൻസേ, ഹല്ലക്കും ഫി അൻ യദൂമ മുൽക്കുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരത്തിൽ അള്ളിപ്പിടിച്ച് ജീവിച്ചാൽ മതിയോ? അം തുബായിഉ ഹാദർ റജുല വതത്തബിഉ, അതല്ല ഈ അന്ത്യപ്രവാചകനെ ചെന്ന് വിശ്വസിക്കണോ, പ്രവാചകന്റെ കൂടെ കൂടണോ? അവർക്കിത് ബോധിച്ചില്ലായിരുന്നു. അവരങ്ങ് ബഹളം വെച്ചു. രാജാ പറഞ്ഞു, ആരും ബഹളം വെക്കല്ലേ. കുറെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടി. എന്ത് നമ്മൾ അവരംഗീകരിക്കേ, എന്തിന് അങ്ങനെ എങ്ങനെ, അധികാരം കളഞ്ഞിട്ട് പിന്നെ വിശ്വാസമോ? രാജാ പറഞ്ഞു, എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയും പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആവേശം നോക്കാൻ വേണ്ടി ചോദിച്ചത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞു. കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ഹിറക്കിൽ രാജാവ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചില്ല. അങ്ങനെ സംഭവിച്ചത്. അബൂ സുഫിയാൻ ഇങ്ങനെ പറയാണ്, ലഖദ് കബറ അംറു ഇബ്നു അബീ കബ്ഷ. ഇബ്നു അബീ കബ്ഷ എന്നാണ് റസൂലുള്ളാഹി തങ്ങളെ ഉദ്ദേശിച്ച് പറയാ. അബൂ കബ്ഷയുടെ മകൻ, ഹത്താ ഇന്ന മലിക ബനിൽ അസ്ഫരി ലയഖാഫുഹു. ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ നിറമുള്ള ആളുകളുടെ രാജാവ്. മലിക് ബനിൽ അസ്ഫർ, സ്വർണത്തിന്റെ നിറമുള്ള യൂറോപ്യൻസ്, വെസ്റ്റേൺസ്, പടിഞ്ഞാറിന്റെ നാടുകളുടെ രാജാവിന് പോലും ഈ മുഹമ്മദ് നബിയെ പേടിയാണ് പോൽ. വല്ലാത്ത കഥ തന്നെ കേട്ടോ എന്ന് അബൂ സുഫിയാൻ ആളുകളോട് പറയാണ്, കൂടെയുള്ള ആളുകളോട്. ഈ സംഭവം നടക്കുമ്പോൾ ഹിജ്റ കഴിഞ്ഞ് മദീനയിൽ പുണ്യനബി 6 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതും കഴിഞ്ഞ് ഒരു 3 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാ അബൂ സുഫിയാന്റെ കൽബിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിൽക്കൽ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവരും ഹിലാൽ ഇബ്നു ഉമയ്യയും
സുഹൈൽ ഇബ്നു അംർ, ഹിലാൽ ഇബ്നു ഉമയ്യ അല്ല, സുഹൈൽ ഇബ്നു അംർ. സുഹൈൽ ഇബ്നു അംർ അദ്ദേഹമാണ് ഹുദൈബിയ സന്ധി എഴുതിണ്ടാക്കിയ ആള് റളിയല്ലാഹു അൻഹു. പിന്നെ സ്വഹാബിയായി മാറി കേട്ടോ. ഹിലാൽ ഇബ്നു സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാനും സുഹൈൽ ഇബ്നു അംർ എന്നവരും കൂട്ടുകാരാ. അവസാന കാലം ഇസ്ലാം സ്വീകരിച്ചു. ഹബീബിൻ്റെ ആ വഫാത്ത് നടക്കുന്നതിൻ്റെ 2, 3, 4 മാസം മുമ്പ് അത്രേ ഇസ്ലാമിൽ അവർക്ക് സമയം കിട്ടിയുള്ളൂ ഹബീബിൻ്റെ കൂടെ. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഉമർ തങ്ങളുടെ വീടിൻ്റെ മുന്നിൽ സ്വഹാബിമാർ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അബൂ സുഫിയാൻ എന്നവരും സുഹൈൽ ഇബ്നു അംർ എന്നവരും ഖുറൈശികളെ പ്രമാണിമാരാണ്. അവരിങ്ങനെ കാത്തിരിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു ആ പോകുന്നു വരുന്നു, സുഹൈബ് റൂമി തങ്ങൾ ആ കടക്കുന്നു പോരുന്നു, ഒരു അപ്പോയിൻമെൻറ്റും വേണ്ട. ഉമർ തങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. അപ്പോൾ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവർ പറഞ്ഞു, സുഹൈലേ, നമ്മളൊരവസ്ഥ നോക്ക്, ഞാനും നീയും ഖുറൈശികളുടെ നേതാവായിട്ട് നമുക്കൊരു പെർമിഷൻ കിട്ടണില്ല. ഈ അടിമകളൊക്കെ ദാ പോകുന്നു വരുന്നു, എന്താ അപ്പം നമുക്കൊന്നൊരു നിലം വിലയില്ലേ എന്ന് ചോദിച്ചപ്പോൾ സുഹൈൽ ഇബ്നു അംർ എന്നവരെ പറഞ്ഞ, അബൂ സുഫിയാൻ, ഞാനും നിങ്ങളും ഇസ്ലാം സ്വീകരിച്ചതെന്ന, ബിലാൽ എന്നവർ ഇസ്ലാം സ്വീകരിച്ചതെന്ന, നമുക്ക് ഈ വെളിച്ചം കിട്ടുന്നതിൻ്റെ 22.5 കൊല്ലം മുമ്പ് ബിലാൽ എന്നവരുടെ കൽബിൽ കയറിയ വെളിച്ചമാണത്. അതുകൊണ്ട് ഉമർ എന്നവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞാനും നിങ്ങളും അവസാനമല്ലേ കയറി വന്നത്. എൻ്റെ പേടി ഉമർ എന്നവരുടെ വീടിൻ്റെ മുന്നിൽ നമ്മളെ പിടിച്ചു നിർത്തുമോ, നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടില്ലയോ എന്നല്ല. നാളെ മഹ്ശറയിൽ സ്വഹാബിമാർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എന്നെയും നിങ്ങളെയും അള്ളാഹു, സുഹൈലെ, അബൂ സുഫിയാനെ, നിങ്ങളിവിടെ മാറി നിൽക്കൂ എന്ന് നമ്മളോട് പറയുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത്. ഈ വെളിച്ചം കാണാൻ എന്തേ നമുക്ക് താമസിച്ചു പോയത് എന്ന് ചോദിച്ചു സുഹൈൽ ഇബ്നു അംർ എന്നവർ. ഈ വെളിച്ചം വ്യക്തമാണ്. ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കേണ്ട വെളിച്ചമാണ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ, സ്വലാത്തിലൂടെ, ദിക്റിലൂടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നോക്കിക്കണ്ട് ഈമാൻ സുശക്തമാക്കേണ്ട സമയമാണ്. ഒരു റമദാൻ കൂടെ നമുക്ക് കിട്ടിയെങ്കിൽ ഈ വർഷം കിട്ടും. അള്ളാഹു നമുക്ക് ആയുസ്സിൽ ഒരുപാട് റമദാനുകൾ, ഒരുപാട് ശഅബാനുകൾ, ഒരുപാട് റബീഉൽ അവ്വലുകൾ, ഒരുപാട് മുഹറമുകൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചതമ്പുരാൻ നമ്മുടെ ഖൽബിന് വെളിച്ചം തരട്ടെ.